എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെസ്സി അന്ന ഫിലിപ്പ്. എൻ്റെ ജന്മദേശം പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കര എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. എന്നെ വിവാഹം കഴിച്ചു വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ കുണ്ടറയാണ്. ഞാൻ 38 വർഷം പ്രവാസിയായിരുന്നു. ആയിരത്തി 1985 മാർച്ച് മാസം 15-ാം തീയതി ഞാൻ ബോംബെയിൽ നിന്ന് ദുബൈയിലേക്ക് പോയി. അത് പോകാനുള്ള സാഹചര്യം, ഞാൻ ബോംബെയിൽ ബ്രീച്ച് കാൻഡി ഹോസ്പിറ്റലിൽ ജോലിയായിരുന്നു. അപ്പോൾ ഒരു ഇന്ത്യൻ ഗുജറാത്തി ഒരു ഫാമിലി, ഒരാൾ പാരാപ്ലീജിക്കായിട്ട്, അതായത് കാല് തളർന്ന ഒരാളായിരുന്നു. അങ്ങനെയാണ് ഞാൻ ദുബൈക്ക് പോയത്. ഞാൻ ദുബൈക്ക് പോയ സമയത്ത് അവിടെ ഞാൻ പ്രൈവറ്റായിട്ടാണ് ജോലി ചെയ്തത്. അവസാനം ഞാൻ അവിടെ 1 വർഷം ജോലി ചെയ്തു. അവിടെ ദുബായ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ അപേക്ഷിച്ചപ്പോൾ എനിക്ക് ഗ്യാപ്പ് വന്നെന്ന് പറഞ്ഞു, ഹോസ്പിറ്റലിലെ ജോലിയില്ലാതെ. അങ്ങനെ അവർ പറഞ്ഞു സ്റ്റാഫായിട്ട് കിട്ടത്തില്ല, പിന്നെ അസിസ്റ്റൻ്റായിട്ടേ പറ്റത്തുള്ളെന്ന്. അതെടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ വളരെ കൺഫ്യൂഷനിലായിരുന്നു. കാരണം നമ്മൾ സ്റ്റാഫായിട്ട് ജോലി ചെയ്തിട്ട് ഈ ഗ്യാപ്പ് വന്നതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അസിസ്റ്റൻറ്റ് പോസ്റ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ 3 പ്രാവശ്യം ഒരു വിസ ഇഷ്യൂ ചെയ്തു. പക്ഷേ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തില്ല. അവസാനം അത് അവരുടെ എല്ലാം പറഞ്ഞു, ഞങ്ങൾ നിന്നെ പ്രൊമോട്ട് ചെയ്യാൻ 2 ഇയേഴ്സിനുള്ളിൽ എക്സ്പീരിയൻസ് ആകുമ്പം, അങ്ങനെ പറഞ്ഞ് ഞാൻ ആ ജോബ് ആക്സെപ്റ്റ് ചെയ്തു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമല്ലെന്ന് ഞാൻ പറയത്തില്ല. കാരണം എനിക്ക് 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് സ്റ്റാഫായിട്ട് തന്നെ പ്രൊമോഷൻ കിട്ടി. ആ പ്രൊമോഷൻ തന്ന പേപ്പറിൽ ഹോസ്പിറ്റൽ ഡയറക്ടർ തന്നിട്ട് പറഞ്ഞു, ജെസ്സി ദിസ് മേ ബി ദ ലാസ്റ്റ് വൺ, ബിക്കോസ് അസിസ്റ്റൻ്റായിട്ട് ആരും സ്റ്റാഫായിട്ട് പോയിട്ടില്ല. എന്നാൽ ഇപ്പം അങ്ങനെ എക്സാമൊക്കെ കൊടുത്തിട്ട് കിട്ടുന്നുണ്ട്. ആ കാലത്തില്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിനെക്കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ 5 സഹോദരിമാരും 1 സഹോദരനുമാണ്. ഞാനാണ് വീട്ടിലെ മൂത്തത്. 84 പപ്പ മരിക്കുകയുണ്ടായി. അപ്പോൾ ഫുള്ള് ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി എൻ്റെ മേലായിരുന്നു. അങ്ങനെ ഞാൻ പ്രവാസ ജീവിതം കൊണ്ട് എൻ്റെ 3 സഹോദരിമാർ, ഞങ്ങൾ ഫസ്റ്റ് 4 സിസ്റ്റേഴ്സാണ്. എൻ്റെ ഇളയ 3 സഹോദരിമാരുടെയും വിവാഹത്തിന് ശേഷം എൻ്റെ നേരെ 5ാമത്തെ ബ്രദറാണ്. മോനും 1919 മോനെ അവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഞാൻ വിവാഹിതയാകുന്നത്. അപ്പോൾ അത് പറയാൻ കാര്യം, ഞങ്ങളുടെ വിവാഹം നവംബർ 29 ആണെങ്കിൽ 28 മോൻ വരുന്നത്. അവനിറങ്ങാൻ ബോംബെയിൽ നിന്ന് കയറി വരികയാണ്. ഞങ്ങൾക്ക് അവന് വിസയുണ്ടോ കിട്ടുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നത്തിൽ ഇരുന്ന സമയത്ത് ദൈവത്തിൻ്റെ കൃപയെന്ന് പറഞ്ഞാൽ ആദ്യ വിസിറ്റ് വിസ എടുത്തു, ട്രാൻസിറ്റ് വിസ എടുത്തു, എംപ്ലോയ്മെൻറ്റിനും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. 28 രാവിലെ സബ്മിറ്റ് ചെയ്തു. ഉച്ചയായപ്പോഴത്തേക്ക് എംപ്ലോയ്മെൻറ്റ് വിസ കിട്ടി. ഒരു 2:30 ആയപ്പോഴത്തേക്ക്, മോനപ്പോഴത്തേക്ക് 4:30 എയർപോർട്ടിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രവാസ ജീവിതത്തിൽ ദൈവം ചെയ്തതെന്ന് പറഞ്ഞാൽ അത്ര ഹോട്ട് വിസയിൽ ആരും ഇറങ്ങിയിട്ടില്ലെന്നെല്ലാവരും പറയും. കാരണം ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. അന്ന് അവിടെ കല്യാണ സമയത്ത് അവിടെ സഹോദരങ്ങളാരുമില്ല, അവൻ മാത്രമേ വരുന്നുള്ളായിരുന്നു. അച്ഛൻ്റെ സഹോദരനും സിസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തന്നെ ദൈവത്തിൻ്റെ അത്ഭുതം എന്നല്ലാതെ പറയാനൊക്കത്തില്ല. ട്രാൻസിറ്റും വിസിറ്റും കയ്യിലിരിക്കുമ്പോൾ, ആൾ എയർപോർട്ടിലിരിക്കുമ്പോൾ എംപ്ലോയ്മെൻറ്റ് വിസയിൽ അവിടെ ഇറങ്ങി. അങ്ങനെ നവംബർ 29 1990 ഞങ്ങൾ വിവാഹിതരായി. ഞങ്ങൾക്ക് 92 മകനുണ്ട്. അവനിപ്പോൾ മാരേജൊക്കെ കഴിഞ്ഞ് കാനഡയിൽ സെറ്റിലായി. ഞങ്ങൾ 2023 ജാനുവരി 31 ഞാൻ റിട്ടയറായി. ഞങ്ങളിവിടെ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 3 മാസം മക്കളുടെ അടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓഗസ്റ്റിൽ ഇവിടെ സെറ്റിലായി. എന്നാൽ എൻ്റെ ഈ 38 വർഷത്തെ ഞങ്ങളുടെ പ്രവാസ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ അനുഭവങ്ങളും അനുഭവസാക്ഷ്യങ്ങളും മാത്രമേ ഉള്ളൂ. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ, അസിസ്റ്റൻറ്റ് നഴ്സിൽ നിന്ന് ഗവൺമെൻറ്റിൽ തന്നെ സ്റ്റാഫായിട്ട് ജോലി കിട്ടി. അതും വളരെ യാദൃച്ഛികമായി ആർക്കും ലഭിക്കാത്തൊരു ഭാഗ്യാവസ്ഥയാണ് കിട്ടിയത്. അന്ന് അത് കഴിഞ്ഞായിരുന്നു വിവാഹമൊക്കെ അവിടെ വെച്ചായിരുന്നു. അവിടുത്തെ ഞങ്ങളുടെ പ്രാർത്ഥന, ആദ്യം ഞങ്ങൾക്ക് 2 പേർക്കും ലൈസൻസ് ഇല്ല, വണ്ടിയില്ല. അപ്പോഴും ടാക്സിക്ക് ഞങ്ങൾ പള്ളിയിൽ പോകും, പ്രാർത്ഥനയ്ക്ക് പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ പ്രവാസ ജീവിതത്തിൽ തന്നെ ഞങ്ങൾക്ക് തുടങ്ങിയാൽ, ഞങ്ങൾ പറഞ്ഞല്ലോ കുടുംബജീവിതം തുടങ്ങി, മകനായി. ഞങ്ങൾ മർത്തോമാ സഭ എന്ന ക്രിസ്തു വിശ്വാസത്തിലാണ്. ഞങ്ങൾ അവിടെ ഷാർജയിൽ ഇടവകയുണ്ട്. അന്നൊരു കോമൺ ഇടവകയായിരുന്നു. ആ ഇടവകയിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ വിവാഹം. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഷാർജയിൽ സ്വന്തമായിട്ട് ഇടവകയായി. അതിനുശേഷം ഞങ്ങൾ പള്ളിയിലെ സ്ഥിരം ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ
ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ സമൂഹത്തിലോ ഞങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ഇടയിലോ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ അറിയപ്പെടുന്നത് എൻ്റെ ഇടവക മൂലവും എൻ്റെ സഭ മൂലവുമാണ്. ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഞങ്ങൾ ഹസ്ബൻഡും വൈഫും മകനും കുടുംബമായിട്ട് ഞങ്ങളുടെ ഒരു സെക്കൻഡ് ഹോം അല്ല ഫസ്റ്റ് ഹോം എന്ന് തന്നെ പറയാമായിരുന്നു ഷാർജ മർത്തോമ ഇടവക. ഞാൻ ഹസ്ബൻഡ് അങ്ങനെ എല്ലാത്തിനും ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. പുള്ളി അത്ര ഓഫീസ് സ്ഥാനത്തേക്കൊന്നും ഇൻവോൾവ് അല്ല. എന്നാൽ ഞാനും മകനും വളരെ വളരെ ഇൻവോൾവ് ആയിരുന്നു നമ്മളുടെ പള്ളി ആക്ടിവിറ്റീസിൽ. അവസാനം എല്ലാ പൊസിഷൻസും ഒരു സ്ത്രീക്ക് ഇടവകയിൽ വഹിക്കാമെന്ന എല്ലാ പൊസിഷനും ആ ഇടവകയിലെ ഭാരവാഹിത്വവും നേതൃത്വം കൊടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുടുംബമായിട്ട് ഷാർജ മർത്തോമ ഇടവകയിൽ ഞങ്ങളുടെ വിവാഹം നടന്ന ആ ദിവസം തൊട്ട് ഞങ്ങൾ 2023 മെയ് മാസം 20-ാം തീയതിയാണ് ഞങ്ങളവിടെ നിന്ന് ഫെയർവെൽ വാങ്ങിക്കുന്നത്. അതുവരെ ഞങ്ങളാലാകും വിധം ഞങ്ങൾ ഇടവകയുമായിട്ട് വളരെ ബന്ധത്തിലായിരുന്നു. അതുമൂലം ഞങ്ങൾക്ക് നന്മയേ ഉണ്ടായിട്ടുള്ളൂ. കാരണം എൻ്റെ ജോലി കഴിഞ്ഞാൽ പള്ളി കഴിഞ്ഞാൽ ജോലി, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡും ഒരു ലൈഫ് സ്റ്റൈലും ആയിരുന്നു എൻ്റേത്. കാരണം ഞാൻ പ്രൊഫഷണലി നേഴ്സാണെന്ന് പറഞ്ഞല്ലോ. ദുബായ് ഗവൺമെൻറ്റിൻ്റെ ദുബായ് ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ ജോലി ചെയ്തത്. ഞാൻ കാർഡിയാക് കെയർ യൂണിറ്റിലായിരുന്നു ജോലി ചെയ്തത്. അത് കഴിഞ്ഞ് 17 വർഷം ഞാൻ ആൻജിയോഗ്രാം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി ചെയ്തത്. ഞാൻ വാർഡുകളിൽ നിന്നൊക്കെയറിയാം നേഴ്സസിന് ഷിഫ്റ്റൊക്കെ ഉണ്ട്, നൈറ്റ് ആഫ്റ്റർനൂണ്. എന്നാൽ എൻ്റെ പള്ളിയുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ ഡ്യൂട്ടി അറേഞ്ച് ചെയ്ത് ഷിഫ്റ്റ് ഡ്യൂട്ടിയിൽ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കും, ടീച്ചറാണോ അല്ലാതെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ പറ്റുന്നതെന്ന്. അത് ഒരു പള്ളിയുടെ ഒരാവശ്യത്തിനും ഒരു മുടക്കവും വന്നിട്ടില്ല. എല്ലാം എൻ്റെ ദൈവം ആവശ്യങ്ങളനുസരിച്ച് എല്ലാം നമുക്ക് തരുന്ന ഒരു ഇതായിരുന്നു ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ. അത് നമ്മുടെ പ്രാർത്ഥന മാനിച്ചായിരിക്കാം 15 വർഷം ലാസ്റ്റ് ഞങ്ങൾ പോരുന്ന 15 വർഷം എനിക്ക് ഷിഫ്റ്റ് ഇല്ലാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഡ്യൂട്ടി. മോർണിംഗ് മാത്രം 7 to 3, അത് കഴിഞ്ഞ് വീക്കെൻഡെല്ലാം ഓഫ്. അപ്പോൾ ഈ ആക്ടിവിറ്റീസൊക്കെ പള്ളിയിൽ നടക്കുമ്പം എല്ലാത്തിനും ഭാഗവാക്കാകുവാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ദൈവത്തിൻ്റെ കൃപയെന്നല്ലാതെ എനിക്കത് പറയാൻ പറ്റത്തില്ല. കാരണം ഷിഫ്റ്റ് ഡ്യൂട്ടിയിൽ ഈസ്റ്റർ സൺഡേയിൽ ഞങ്ങൾക്ക് വർക്കിംഗ് ആണ്. ഞാൻ ഈസ്റ്റർ സർവീസ് കഴിഞ്ഞ് 6:50 ഞാൻ വണ്ടി ഓടിച്ച് 7 മണിക്ക് പഞ്ച് ചെയ്യാൻ ഓടുമായിരുന്നു. അതൊക്കെ മാനിച്ച് എൻ്റെ ദൈവം എനിക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടി ഇല്ലാത്തൊരു ജോലി ഞാൻ പോകുന്ന അവസാന വർഷങ്ങളിൽ ലഭിക്കുവാനിടയാക്കി. ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഏത് രോഗികൾ ഇടവകയിലായും മലയാളി കമ്മ്യൂണിറ്റി ആയാലും എൻ്റെ ടെലിഫോൺ ഓഫ് ആകാറില്ല. ആർക്കെന്തൊരാവശ്യം വന്നാലും ഇമ്മെറ്റീരിയൽ ജാതി, മതം, രാജ്യം, ദേശം എല്ലാവരും വിളിക്കും. അഥവാ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും. ഒരിക്കലും ഫോൺ ഓഫ് ആകാറില്ല. അതിന് മോനും വീട്ടിൽ കളിയാക്കും, അമ്മ വയ്യെന്ന് പറഞ്ഞ് കിടക്കും, പള്ളിയിൽ നിന്നൊരു ഫോൺ വരട്ടെ, അമ്മ ഉടനെ ഓടും. അതിൻ്റെ നന്മയെന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ജീവിതത്തിൽ. ഞങ്ങൾക്കത് സാക്ഷ്യ ജീവിതമാണ്. ഞങ്ങൾ പോരുന്ന സമയത്ത് ഞങ്ങളുടെ സമൂഹത്തിൽ നിന്നും മറ്റു പ്രവാസി സംഘടനകളിൽ നിന്നും ഞങ്ങളുടെ ഇടവകയിൽ നിന്നും കിട്ടിയ ഞങ്ങളുടെ സെൻഡ് ഓഫ്, ആ ഒരു മാസം ഞങ്ങൾക്ക് സെൻഡ് ഓഫ് ആയിരുന്നു. അതൊന്നും ഞങ്ങളുടെ മിടുക്കല്ല, അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ഞങ്ങൾ ചെയ്ത നന്മ എന്തെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, ഞങ്ങളുടെ മകൻ്റെ ഭാവി കാര്യങ്ങളിൽ എല്ലാം ദൈവം തന്നല്ലാതെ ഒന്നുമില്ലെന്ന് തന്നെ പറയാം. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ 5 പെൺമക്കളാണെന്ന്. ഞങ്ങളെ ദൈവം 6 പേരെയും, പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും ഒരു ട്രാജഡി, ഞങ്ങൾക്ക് ആകെ ഒരു സഹോദരനെ ഉള്ളായിരുന്നു. 2014 അബുദാബിയിൽ വെച്ച് ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചുപോയി. ആ മരിച്ചെങ്കിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിലും അതിൻ്റെ അത്ഭുതം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഞാനിങ്ങനെ ആരെങ്കിലും മരിക്കുമ്പോൾ എന്നോടെല്ലാവരും ചോദിക്കുമായിരുന്നു, എംബാമിങ് സെക്ഷനിലാണോ ഡ്യൂട്ടി എന്ന്. ആര് മരിച്ചാലും ഡ്രസ്സ് ചെയ്യാനും എംബാമിങ്ങിനും കാര്യത്തിനും എല്ലാം എന്നെയാണ് വിളിക്കുന്നത്. ഞാൻ പോകും. അന്നേരം എൻ്റെ സഹോദരങ്ങളും ഹസ്ബൻഡ് ബ്രദേഴ്സൊക്കെ ഉണ്ട് അവിടെ. അവർ പറയും, നിനക്കങ്ങ് പോയാൽ പോരെ, നിനക്ക് വീട്ടിലെ കാര്യം അറിയണ്ടേ, കൊച്ചില്ലേ, ഇങ്ങനെയൊക്കെ പറയും, മോന് 10 എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ ബ്രദർ മരിച്ച സമയത്ത് ഡെഡ് ഓൺ അറൈവലാണ് ഹോസ്പിറ്റലിൽ. വണ്ടിയെ വെച്ചാൽ മരിക്കുന്നത്, ഹാർട്ട് അറ്റാക്ക് ആകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു, അവിടെ കിടന്ന് മരിച്ചതല്ലേ, ആശുപത്രിയിലല്ലല്ലോ മരിച്ചത്,
കുറഞ്ഞതൊരു 10 ദിവസം എടുക്കും ബോഡി വരാൻ. എല്ലാവരെയും അതിശയിച്ചുകൊണ്ട് അവൻ്റെ വെളുപ്പിനെ മരിച്ചു. രാത്രി തന്നെ ഞങ്ങൾ ഒരു ഉച്ചയായി അറിഞ്ഞു. രാത്രി പേപ്പർ വർക്ക് തുടങ്ങി. അവന് പിറ്റേ ദിവസം 12 മണിയായപ്പോഴത്തേക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റും കിട്ടി, 18 പേർക്ക് വരാനുള്ള ടിക്കറ്റും കിട്ടി. ഇതൊന്നും നമ്മുടെ മിടുക്കല്ല. കാരണം അന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ ഓടി നടന്ന് ചെയ്തതിൻ്റെ ഫലം എനിക്ക് ദൈവം 100 ആൾക്കാരെ അബുദാബിയിൽ ഒരുക്കി. ഞങ്ങൾ ദുബൈയിലാണ്, പക്ഷേ അബുദാബിയിൽ ഞങ്ങൾക്ക് ഇടവകയായിട്ടും സംഘടനകളായിട്ടും എല്ലാവരെയും ഒരുക്കി. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് വെരി നെക്സ്റ്റ് ഡേയിൽ ഞങ്ങൾക്ക് ബോഡിയും കൊണ്ട് വരാൻ സാധിച്ചു. അത് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തതിൻ്റെ പ്രതിഫലം ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതാണെന്ന് വിശ്വസിക്കുന്നു. അതങ്ങനെ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവകയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ, അവിടെ ആർക്ക് വന്നാലും കോവിഡ് ഡ്യൂട്ടി പ്രത്യേകിച്ച് പറഞ്ഞാൽ, കോവിഡ് എന്ന് പറയുന്നത് ദൈവം നമ്മളെ കൈകളിൽ എടുത്തെന്ന് പറഞ്ഞ് എന്നെ പ്രയോജനപ്പെടുത്തിയെന്ന് മാത്രമേ എനിക്കത് പറയുവാനൊക്കത്തുള്ളൂ. കാരണം കോവിഡ് സമയത്ത് ഹോസ്പിറ്റലെല്ലാം ഷട്ട് ഡൗൺ. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസ്ഡ്. 6 പേരുണ്ട്. അവരെല്ലാം ഓരോ സ്ഥലത്തോട്ട് വിടണമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഒരാൾ ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ആൾ, ഒരാൾ ഡയബറ്റിക്, ഒരാൾ സിംഗിൾ പേരൻ്റ്, അങ്ങനെയൊക്കെ ആയപ്പം ഞാൻ സീനിയർ മോസ്റ്റാണ്, എനിക്കെങ്ങും പോകണം. ഞാൻ പറഞ്ഞു ഞാൻ പോകാമെന്ന്. അവർ പറഞ്ഞു നീ ഡയബറ്റിക്കാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. ഞങ്ങൾ 3 സെൻറ്റേഴ്സ് ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിച്ചു. അവസാനം ഡയറക്ടർ പറഞ്ഞു ഒരു ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്നിടത്തിട്ട് എൻ്റെ അവിടുത്തെ ചാർജ് എടുക്കാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് 60 വയസ്സായി, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന്. അത് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ എനിക്ക് മനസ്സിന് വിഷമം തോന്നിയിട്ട് ഞാൻ മെയിൽ ചെയ്തു, ഐ വിൽ ഗോ. അപ്പോഴത്തേക്ക് അവർ വേറെ ആൾ. ഞാൻ പറയാൻ വന്നേ, അന്ന് ഞാൻ ആ പല സെൻറ്ററുകളിൽ ജോലി ആയിരുന്നുകൊണ്ട് അനേക വ്യക്തികൾ, മലയാളികൾ, നമ്മുടെ പരിചയമുള്ളവർ, സഭയിലുള്ളവർ ബെഡില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് അവരെ എല്ലാം അക്കോമഡേറ്റ് ചെയ്യുവാൻ സാധിച്ചെന്നുള്ളതൊരു ജീവിത സാക്ഷ്യമാണ്. അതായത് നമ്മളെ ദൈവം മുന്നമേ ഒരാളെ വിടുമെന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ആ കോവിഡ് പ്രതിസന്ധിയിൽ ഈ സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ എന്നെ ദൈവം അയച്ചതാണെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. നമ്മളെ ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ ചെയ്താൽ ദൈവം എല്ലാ പ്രതികൂലങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രവാസികളുടെ ജീവിതം, അനേക പ്രവാസ ഇൻസിഡൻസ് ഉണ്ട്. എൻ്റെ മനസ്സിൽ ഇന്നും മായാതെ കണ്ണൂരുള്ള ഒരു അലിയാർ കുഞ്ഞെന്ന് പറഞ്ഞൊരു 68 വയസ്സുള്ള ഒരു ബോഡി വാച്ച്മാൻ, ആ പാവം സഹോദരന് ആൻജിയോഗ്രാം ചെയ്തു, ബ്ലോക്കുണ്ട്, സർജറി വേണമെന്ന് പറഞ്ഞു, നാട്ടിൽ വന്നു. അലിയാർ കുഞ്ഞിനെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പാവം അവിടെ നാട്ടിൽ നിന്നാൽ രക്ഷയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ 2-3 മാസം പുള്ളിക്ക് ചെക്കപ്പ് കഴിഞ്ഞ് ഓപ്പറേഷൻ പറ്റത്തുള്ളൂ. പുള്ളിയെ വീട്ടിൽ വിട്ടില്ല. ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലി മെമ്പറെ പോലെയാണ് പുള്ളിയെ കരുതിയിരുന്നത്. 5 പെൺകുട്ടികളാണ് പാവത്തിന്. അവസാനം ഇങ്ങനെ നമ്മളൊരു കുടുംബാംഗം പോലെ ഞങ്ങൾ ഇടപെട്ടു. ചെയ്തുകൊണ്ട് പറയുകയല്ല, ഏത് ഡ്യൂട്ടിക്ക് എന്നാലും പുള്ളി പറയുന്ന ഒറ്റ ആരുള്ളൂ, വീട്ടിലെ ഇച്ചിരി ഭക്ഷണം വേണം കുഞ്ഞെ, ഹോസ്പിറ്റലിൽ കഴിച്ച് മടുത്തു. ഏത് ഡ്യൂട്ടിക്ക് ചെന്നാലും പുള്ളിക്ക് ഫുഡും കൊണ്ട് ചെല്ലും. അങ്ങനെ വീട്ടുകാര്യങ്ങളെല്ലാം അറിഞ്ഞു. വൈഫിൻ്റെ നമ്പർ വാങ്ങി, അക്കൗണ്ട് നമ്പറൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ വെച്ചതാണ്. ഒരു ദിവസം ഓപ്പറേഷനൊക്കെ അടുത്തപ്പോഴത്തേക്ക് പുള്ളി പിന്നെ അറസ്റ്റായി മരിച്ചു. ആ സെയിം ടൈമിൽ പുള്ളിയുടെ ഭാര്യ ഫോൺ വിളിക്കുക ലാൻഡ് ലൈനിൽ. ഞാനെടുത്തു. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു പിന്നെ വിളിക്കാമെന്ന്. പിന്നെ പുള്ളി ആ ദിവസം മരിച്ചു. പിന്നെ പുള്ളിയുടെ ഒരു സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കളക്റ്റൊക്കെ ചെയ്ത് പുള്ളിയുടെ ബോഡി കയറ്റി വിട്ടു. ആ നമ്പരും അക്കൗണ്ട് നമ്പറും വാങ്ങിച്ചത് കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ കളക്ട് ചെയ്ത് പുള്ളിക്ക് ആവശ്യമായ സഹായങ്ങളും വൈഫുമായിട്ടൊക്കെ കോണ്ടാക്റ്റ് ചെയ്ത് കുട്ടികളുടെ വിവാഹത്തിനുമൊക്കെ ഇന്നും അവരുമായിട്ട് കണക്ഷനുണ്ട്. കണ്ണൂരാണ് അവരുടെ വീട്. ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രവാസികൾ അനേകർ ഇവിടെ വരുമ്പോഴത്തെ ആ സൗഭാഗ്യമാണ് നമ്മുടെ ഇവിടെയുള്ളവർ കാണുന്നത്. അനേക ആൾക്കാർ അന്നൊക്കെ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണ്. ഇന്ന് ട്രീറ്റ്മെൻറ്റ് ഒട്ടും ഫ്രീ അല്ല. ഇവിടുത്തെ ഡബിൾ എക്സ്പെൻസാണ്. അത് മരുന്ന് വാങ്ങാനും മരുന്ന് കഴിക്കാതെ അനേക സഹോദരങ്ങൾ അവിടെ ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മളാൽക്കാകും വിധം നമ്മൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ മരിച്ചാൽ തന്നെയും
കൗൺസിലേറ്റുമായിട്ടൊക്കെ കൗൺസിലേറ്റിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അഡ്മിറ്റ് ആകുമ്പോൾ ഉടനെ അവർ വിളിച്ച് പറയും, സിസ്റ്റർ ഇങ്ങനെ ഒരു രോഗിയുണ്ടെന്ന് ഡീറ്റെയിൽ പറയണേ. ആ രീതിയിലും കൗൺസിലേറ്റുമായിട്ടും അസോസിയേഷൻസുമായിട്ടും ഒക്കെ സഹകരിക്കാൻ ദൈവം എനിക്ക് കൃപ ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ആത്മീയ ജീവിതം പറഞ്ഞാൽ ഞങ്ങളുടെ സെക്കൻഡ് ഹോം അല്ല, ഫസ്റ്റ്. എല്ലാവരും ചോദിക്കും അവിടെ തന്നെ പള്ളിയിൽ ഒരു ബെഡ് ഇട്ടാൽ പോരെ എന്ന് ചോദിക്കും. കാരണം നമ്മുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിലെ മറ്റ് ഫങ്ഷൻസ്, ക്രിസ്മസ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഞങ്ങൾ പള്ളിയിൽ തന്നെയാണ്. അത് ഞങ്ങൾക്ക് ഒരു ദോഷവും വന്നിട്ടില്ല. ഇന്ന് അതെടുത്ത് പറഞ്ഞാൽ ഞങ്ങളുടെ മകന് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ഒരു പ്രചോദനം, ഇന്നവൻ കാനഡയിൽ പോയിട്ട് പോലും അതേ രീതിയിൽ ആക്ടിവിറ്റി ഫോളോ ചെയ്യുന്നു. ഞങ്ങൾക്കതിന് ദൈവത്തോട് എന്ത് നന്ദി പറഞ്ഞാൽ പറ്റുമെന്നറിയത്തില്ല. കാരണം പഠിക്കാൻ വന്ന കോളേജിലാണെങ്കിൽ തന്നെ എൻട്രൻസ് കിട്ടിയത് സെൻറ്റ് കിറ്റ്സിലാണ്. അവിടെയും ബൈബിൾ സ്റ്റഡിയൊക്കെ നടത്തുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾ നമ്മുടെ ഗൾഫിലെ ഇവിടെ കോൺഫറൻസുകളൊക്കെ ഉണ്ട്. അങ്ങനെ യൂത്തിൻ്റെ ആ കോൺഫറൻസ് ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാ കോൺഫറൻസുകളിലും പങ്കെടുക്കുവാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഏത് ജീവിത രീതിയിൽ നോക്കിയാലും UAE 6 മർത്തോമ പള്ളിയുണ്ട്. ഫസ്റ്റ് ഷാർജ മർത്തോമ പള്ളിയാണ്. ഈ 6 പള്ളിയുടെ കല്ലടിയിലിനും അതിൻ്റെ കൂദാശയ്ക്കും അതിൻ്റെ ഒരു ഭാഗവാക്കാകാനും സഹായഹസ്തങ്ങൾ നൽകുവാനും ഞങ്ങൾക്ക് കുടുംബമായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരാളുടെ ജീവിതത്തിലൊരു പള്ളി പണിയിലൊക്കെ ഭാഗവാക്കാകാൻ പറയുന്നത് തന്നെ ഇവിടെ നമ്മുടെ പിതാക്കന്മാർ പണിത പള്ളിയിലാണ് നമ്മൾ ആരാധിക്കുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ ദൈവം ചെയ്ത നന്മകൾ എത്രയെന്ന് നമുക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല. ഞങ്ങളിന്ന് ആയിരിക്കുന്നത്, ഞങ്ങൾ ഇവിടെ 4 സഹോദരങ്ങളാണ്. എൻ്റെ വീട്ടിൽ 6 പേരാണ്. ദൈവം ഈ 10 പേരെയും വഴി നടത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മളെ വഴി നടത്തുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് 6 മാസമേ ആയുള്ളൂ. ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ മർത്തോമ ഇടവകയിലാണ്. അവിടെയും ഞങ്ങൾക്ക് പള്ളിയുടെ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാൻ ദൈവം സഹായിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ ഇതുപോലെ പോവുകയാണെങ്കിൽ കൂടുതലായി ദൈവം ചെയ്ത നന്മകൾ അത് സാക്ഷിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായിട്ട് ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. നമ്മൾ പ്രവാസികളായിട്ട് വരുന്ന, സ്പെഷ്യലി സിംഗിളായിട്ട് വരുന്ന ബാച്ചിലേഴ്സിനോട് നമുക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ്. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇടവകയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ എന്തൊരാവശ്യത്തിനും നമ്മുടെ നാട് പോലല്ല, ആ ഇടവക മുഴുവൻ ആ വ്യക്തിയോട്, ആ കുടുംബത്തോടൊപ്പം നിൽക്കും. ഒരാപത്ത് വന്നാൽ, ഒരു മരണം വന്നാൽ, പ്രത്യേകിച്ച് കോവിഡിൻ്റെ അസുഖം. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ആയിരുന്നു, അന്നേരമാണ് അവിടെ ഫ്ലഡൊക്കെ ഉണ്ടായത്. എന്നിട്ട് പോലും സഭയായിട്ട്, ഇടവകയായിട്ട്, യുവനസഖ്യമായിട്ടൊക്കെ ചെയ്ത സഹായങ്ങൾ. അപ്പോൾ നമ്മളിവിടുന്ന് പോകുന്ന കുഞ്ഞുങ്ങളോടായാലും ആരോടാണേലും പറയേണ്ടത്, നമ്മൾ എവിടെ പോയാലും ഒരു ദൈവാലയം നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ അടുത്തുണ്ടോ, ജോലിക്ക് പോകുന്ന സ്ഥലത്തിനുണ്ടോ, അവിടുത്തെ പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ അച്ഛന്മാരാരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു കോണ്ടാക്റ്റ് കൊടുത്ത് വിടണം. കാരണം അവരവിടെ ചെല്ലുമ്പോൾ ഈ ദേശക്കാരും നാട്ടുകാരും ചിലപ്പം കണ്ടില്ല, ഇതൊരു സമൂഹമാണ്. അപ്പം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവാലയവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നാൽ ആ കുഞ്ഞുങ്ങൾക്ക് വളരെ വളരെ ഒരു സൗകര്യമായിരിക്കും അവർക്കത്. അതുകൊണ്ട് അവർ തീർത്തും ഇടവകയായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കണമെന്നുള്ള ഒരിതാണ് ഞങ്ങൾക്ക് അഭിപ്രായം കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്. അതുമാത്രമേ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള അഡ്വൈസായിട്ടുള്ളൊരു പ്രവാസികൾക്കായിട്ടുള്ളൊരു അഡ്വൈസുള്ളൂ. അപ്പം നമ്മളത് കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ നമ്മുടെ വരുന്ന തലമുറയോട് അറിയിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സാക്ഷി ജീവിതമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെയും പ്രാർത്ഥനയിൽ, കുടുംബ പ്രാർത്ഥനയിൽ, വ്യക്തിഗത പ്രാർത്ഥനയിൽ, വേദപുസ്തക വായനയിൽ ഒക്കെ അവരെ വളരെ വളരെ ഉത്സുകരാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. അവർക്കതിന് നമ്മൾ റോൾ മോഡലായിരിക്കണം. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കരുത്. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും അത് തന്നെ ഫോളോ ചെയ്യും. അങ്ങനെ നമ്മുടെ വേദോസ്തവത്തിൽ പറയുന്ന പോലെ പിതാക്കന്മാരുടെ ദൈവം നമ്മുടെയും ദൈവം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഏത് രീതിയിൽ ജീവിക്കുന്നോ അത് തന്നെ അവർ ഫോളോ ചെയ്യുമെന്ന്
അങ്ങനെ സാക്ഷ്യം പറയാൻ ഞങ്ങൾക്ക് കുടുംബമായിട്ട് സാധിക്കും. കാരണം ഞങ്ങളെങ്ങനെ ഷാർജയിൽ ജീവിച്ചോ, മറ്റുള്ളവരെ ഒരാശ്രയമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ വാതിൽ തുറന്നിട്ടോ, അതേ രീതിയിലാണ് ഇന്ന് ഞങ്ങളുടെ മക്കൾ ആയിരിക്കുന്ന സ്ഥാനത്ത് സമൂഹത്തോട് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് സാക്ഷ്യമായിട്ട് പറയുവാൻ സാധിക്കും. അത്രമാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പിന്നെ ദൈവം ചെയ്ത നന്മകൾ വർണ്ണിക്കാൻ ഞങ്ങൾക്ക് നാവുകൾ പോരാ. എൻ്റെ ബൈബിളിലെ ഒരു ആപ്തവാക്യവും ഞാൻ എല്ലായിടത്തും പറയുന്നതും, തിന്മയോടെ തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. റോമർ 12:21 നമുക്ക് ശത്രുക്കൾ ആരുണ്ടെന്ന് നമുക്കറിയില്ല, പക്ഷേ നമ്മൾ ഒരു വ്യക്തിയെ പോലും ശത്രുവായി ഞങ്ങൾ കാണുന്നില്ല. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയാലും ദൈവിക ശക്തിയാലും അത് സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രവാസ ജീവിതത്തിൽ ദൈവം ചെയ്ത ഓരോ അനുഭവങ്ങളുടെ പേരിലാണ് ഞങ്ങൾക്ക് ഇത്ര ഫോമായിട്ടും സ്ട്രോങ് ആയിട്ടും സാക്ഷികളായിട്ട് നിൽക്കാൻ കഴിയുന്നത്. അത് ദൈവം ചെയ്ത നന്മകൾ എത്ര നമുക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ പഠിച്ച എൻ്റെ പ്രൊഫഷൻ വെച്ച് തുടങ്ങിയാൽ ഞാൻ വെറും ജനറൽ നേഴ്സാണ്. എന്നാൽ ഞാൻ റിട്ടയർ ആകുന്ന സമയത്ത് ഞാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് ഒരു MSc നേഴ്സ് പോലും കിട്ടാത്ത പ്രൊമോഷനുള്ള സ്ഥാനത്ത് നിന്നാണ് ഞാൻ റിട്ടയർ ആകുന്നത്. എൻ്റെ മിടുക്കല്ല. എനിക്ക് വരും തലമുറയോട് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നാൽ തന്നെ നമ്മളെ ആക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി ചെയ്താൽ പ്രതിഫലം തരുന്ന ദൈവമുണ്ടെന്ന് ഒരു സാക്ഷിയാണ് ഞങ്ങൾ. ഞങ്ങളുടെ കുടുംബജീവിതം തുടങ്ങുമ്പോഴും ഞങ്ങൾക്ക് സമ്പാദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ദൈവം തന്ന ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തി. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ ദേശത്തിനും ആവശ്യത്തിലിരുന്നവർക്ക് കൈത്താങ്ങലാകുവാനും ദൈവം ഞങ്ങൾക്ക് ഇടതന്നു. ഇതുതന്നെ ഞങ്ങളുടെ പ്രവാസ ജീവിതത്തിലെ അനുഭവവും സാക്ഷ്യവും.